എങ്ങനെ നമ്മളുടെ അടിമയാക്കി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാം എന്നുള്ളതിൽ നമ്മുടെ ലിറ്ററസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. AI എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയുടെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പം അവിടെ നമുക്ക് എത്രത്തോളം പെട്ടെന്ന് പോളിസി ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അവിടെയാണ് നമ്മളുടെ സിസ്റ്റം കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഇപ്പം തന്നെ നിങ്ങൾ ചുറ്റും നോക്കുന്ന സോഷ്യൽ മീഡിയയിലാണെങ്കിലും സിസ്റ്റത്തിലും കാണുന്ന കുറേ പ്രോബ്ലത്തിന് കുറേ ലോസ് ആൻഡ് റെഗുലേഷൻസ് ആർ ദെയർ. പക്ഷെ അത് വർക്കൗട്ട് ആവാത്തതിൻ്റെ കാരണം നമ്മളുടെ സൊസൈറ്റി ഈസ് നോട്ട് മെച്യൂർഡ് ഇനഫ് ടു യൂസ് ഇറ്റ്. യൂസ് ചെയ്യാൻ പാകുന്ന രീതിയിൽ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. നമ്മൾ വർഷങ്ങളായി വായിക്കുന്ന ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു അവസ്ഥയിലല്ല നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ന്യൂസ് കാണുന്നത്. ആ ചേഞ്ചിനെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിൽ. നമുക്ക് എങ്ങനെ, ഞാൻ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന മലയാളി ആയിട്ടുള്ളൊരു കുട്ടിക്ക് എങ്ങനെ ആ കാര്യം മനസ്സിലാവും? കാരണം അവിടെയാണ് AI പോലുള്ള ടെക്നോളജികളുടെ യൂസേജ്. പണ്ട് പിറ്റേ ദിവസം ടീച്ചറിനെ കാണണം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാവുമോ? ടീച്ചർ കളിയാക്കുമോ, അല്ലെങ്കിൽ കൂട്ടുകാർ കളിയാക്കുമോ, അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കും, കാരണം അവിടെ എന്തായാലും ടീച്ചർ പഠിപ്പിക്കുമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഇരുന്നിരുന്നത്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു കാര്യം മനസ്സിലായില്ല, ആ പർട്ടിക്കുലർ വേർഡ് അറിയാം, ജെമിനിയോ ChatGPT എടുത്ത് ഞാൻ ടൈപ്പ് ചെയ്യാണ്, ടീച്ചർ ഇതാണ് പറഞ്ഞത്, ബട്ട് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ. അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ ഏത് ഭാഷയിലോ വേണമെങ്കിലും നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. മലയാളികൾ ഇനി AI സാക്ഷരരാകും. നിങ്ങൾക്കും ജോയിൻ ചെയ്യാം 1 മില്യൺ AI സൂപ്പർ സ്റ്റാറിൽ. രജിസ്റ്റർ നൗ.